ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ്. ഇത് സെപ്റ്റംബർ 14 ഒരു വ്ലോഗാണ്. അത് സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ റെഡിയായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതും കുറേ ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടക്കാതെ പോകുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ശ്രീയെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലേക്കാണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 15 വരെ ഇവിടെ ആരവം 2025 ഉള്ളൂ. അതായത് അവിടെ ജമന്തിയും സൺഫ്ലവർ ഉള്ളതാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. അതിൻ്റെ തൊട്ട് മുന്നത്തെ വീക്ക് പോകണം എന്ന് വെച്ചെങ്കിൽ അന്നക്കുട്ടിക്ക് പനിയായിട്ട് പിന്നെ ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അന്നക്കുട്ടി ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റ് മുതൽ ഇത്ര സീരിയസ് ആണ്. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. 6:30 ഇറങ്ങണം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞെങ്കിലും വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയപ്പോൾ 9 മണിയായി. എല്ലാവരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. അമ്മയും വന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 9:15 ആയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെത്തി. ഇനി ഒരു ദിവസം കൂടെ ഉള്ളത് കഴിയാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം സൺഫ്ലവർ തീർന്നു കാണും. അധികം സൺഫ്ലവർ ഇല്ല എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത്. നമ്മൾ ഇറങ്ങിയ ലേറ്റായി പോയതുകൊണ്ട് ഭയങ്കര വെയിൽ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ കുടയൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ അവിടെ ചെന്നു ടിക്കറ്റ് എടുക്കണമായിരുന്നു. അഡൽട്ട്സിന് 40, ചിൽഡ്രൻസിന് 20 അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ സൺഫ്ലവർ ഡ്രോപ്പ് ഉള്ളത് കൊണ്ട് അഡൽട്ട്സിന് 20 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. അന്നക്കുട്ടി അമ്പാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാവേലിയാണ് കേട്ടോ. അവളുടെ മനസ്സിൽ ഉള്ളൊരു അമ്പാൻ്റെ രൂപത്തിനോട് മാവേലിക്ക് അതിയായ സാദൃശ്യമുള്ളത് കൊണ്ടാണ് അവളങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി. ഏകദേശം 6 ഏക്കറിലാണ് കേട്ടോ ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ബുഷ് ടൈപ്പായിട്ട് നിൽക്കുന്ന ജമന്തിയുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ അത്രയും ഏകദേശം ഹൈറ്റ് വരുന്നൊരു ജമന്തി, ആ ഒരു ഇതുണ്ട്. ഒരുപാട് പേരൊന്നും കാരണം ഏകദേശം തീരാറായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും പോയി ഇതിന് മുന്നേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയി സൺഫ്ലവറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. കാരണം ജമന്തിയൊക്കെ ഞങ്ങൾ പെരുപ്പമങ്കാട് പോയി കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സൺഫ്ലവറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കുറച്ച് സൺഫ്ലവർ അങ്ങോട്ടേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഫോട്ടോസ് എടുത്ത് ഭയങ്കര വെയിലായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ സൈഡ് അവർ ഊഞ്ഞാലും ഇതുപോലെ കുഞ്ഞ് ജമത്തോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും കയറില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. അന്നക്കുട്ടിയെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇടം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി. അതുപോലെ നല്ല ഫുഡുമായിരുന്നു. ഞാൻ ഇടിയപ്പമാണ് ഓർഡർ ചെയ്തത്. കാരണം എവിടെ പോലും അന്നക്കുട്ടിയെ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡാണ് ഇപ്പം ഞാൻ കൂടുതലും വാങ്ങാറ്. അങ്ങനെ കടകളിൽ നിന്നുള്ള ഫുഡ് അങ്ങനെ കൊടുക്കില്ല. പിന്നെ പുറത്ത് പോയി ഇടിയപ്പം കൊടുക്കും ഞാൻ. ഇടിയപ്പം വലിയ ആവിയിൽ വേവുന്നതായതുകൊണ്ട് ദോശയും ഞാൻ കൊടുക്കത്തില്ല. കാരണം ദോശയിൽ നമ്മൾ എത്ര ദിവസം പഴക്കമുള്ള എണ്ണയാണിത് യൂസ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു സെൻറ്റ് സേവിയേഴ്സ് കോളേജ് നമുക്ക് വെട്ടുകാട് എടുക്കുന്ന ആ റൂട്ടിലുള്ളതാണ്. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ നേരെ പോയത് ഗ്ലമോറ സരസിലേക്കാണ്. ഡീറ്റാൻ ചെയ്യാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസമായിരുന്നു ഓണം സെലിബ്രേഷൻ. അപ്പം നമ്മുടെ വില്ലയുടെ അപ്പം ഭയങ്കരമായിട്ട് ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിപ്പോയി ഡീറ്റാൻ ചെയ്തു. എനിക്ക് മാത്രമല്ല ശ്രീക്കും ചെയ്യണമായിരുന്നു കേട്ടോ. ശ്രീ അങ്ങനെ പ്രോപ്പർ സ്കിൻ കെയറോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല. സ്കൂളിൽ പോകുമ്പോഴും സൺസ്ക്രീൻ പോലും ചില ദിവസം യൂസ് ചെയ്യാണ്ടാണ് പോകുന്നത്. അങ്ങനെ നല്ല ടാൻ അവൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടേതാണ് ആദ്യം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെയ്തു. ഏകദേശം ഒരു 15 മിനിറ്റ്സ്. എനിക്ക് തോന്നുന്നു ഞാൻ ഡീറ്റെയിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഒരിക്കൽ എന്തോ ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് 2014 എന്തോ ആണ്. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ആദ്യം ഒരു ഫ്രണ്ടിനെ കല്യാണത്തിന് പോയി. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വന്നതിന് ശേഷം ഞാൻ ഫേസിൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഒട്ടും അത് പറ്റത്തില്ല. അപ്പം ഡീറ്റാൻ വലിയ മസാജ് ഇല്ലാത്തത് കൊണ്ട് വലിയ ഇഷ്യൂ വരില്ല എന്ന് സിന്ധു ചേച്ചി പറഞ്ഞു. പക്ഷേ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല കേട്ടോ. എനിക്ക് പിമ്പിൾസും അങ്ങനെയൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ സിന്ധു ചേച്ചിയോട് ബായൊക്കെ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഈ സൺഫ്ലവറൊക്കെ കാണാൻ പോയപ്പോഴത്തെ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അവിടെ നിന്നെടുത്തതിൽ എൻ്റെ ഫേവറേറ്റ് പിക്ക് ഇതാണ് കേട്ടോ. സൺഫ്ലവറിൻ്റെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ഇഷ്ടങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിനെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ഇറ്റ്സ് മീ ഇന്ദു സൈനിങ് ഓഫ്. ബൈ.